പഞ്ചായത്ത് മെമ്പർ നെടുവത്തൂർ പഞ്ചായത്ത് മെമ്പർ ജലജ ടെലിഫോൺ ലൈനിനോട് ശ്രീമതി ജലജ, ഈ അപകടം നടന്നത് എങ്ങനെയാണെന്നുള്ളതിൽ ഒരു ധാരണയായിട്ടുണ്ടോ? നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ ടിപ്പർ ലോറിയുടെ അമിത വേഗതയിലുള്ള ഒരുക്കമാണ് എന്നാണ് അറിഞ്ഞത്. ഏകദേശം 9 കുട്ടികളോട് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതിൽ 6 പേർ ഓടി രക്ഷപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 കുട്ടികൾ അതിനടിയിൽ പെട്ടുപോയി. കൂടാതെ ബൈക്കിൽ യാത്ര ചെയ്തവരും ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏകദേശം 8 പേരോളം കൊണ്ടുപോയി. ഒരാളെ അതിനടിയിലുണ്ട്, തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കളുടെ വാർഡാണോ അത്? എന്റെ ഭാഗത്താണ്. ഓക്കെ, ശ്രീമതി ജലജ, ഈ അതൊരു അപകടമുള്ള സ്ഥലമൊന്നും അല്ലല്ലോ അല്ലേ? അതായത് ടിപ്പർ ലോറിയുടെ നിയന്ത്രണം തെറ്റി വന്ന സാഹചര്യം കൊണ്ടുണ്ടായ മാത്രം അപകടം മാത്രമല്ലേ അത്? അല്ലെങ്കിൽ ഒരു പതിവായ അപകടം നടക്കുന്ന സ്ഥലമൊന്നും അല്ലല്ലോ? അങ്ങനെയല്ല, അങ്ങനെ അപകടങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടായിട്ടില്ല. ചെറിയ ചെറിയ റോഡ് 2-3 റോഡ് ചേരുന്ന ഒരു ഭാഗമാണിത്. അപ്പൊ എവിടെ നിന്ന് ടിപ്പർ വന്നതാണെന്ന് അറിയത്തില്ല. ഒരു വളവുണ്ട്, വളവിൽ നിന്ന് കയറി വന്നതാണോ എന്ന് അറിയത്തില്ല. എന്നാലും അങ്ങനെ അപകടങ്ങൾ നടക്കുന്നതല്ല. ബസ് സ്റ്റോപ്പ് ഒന്നും അല്ലെങ്കിൽ പോലും രാവിലെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ബസ് കാത്ത് നിൽക്കുന്ന സ്ഥലമാണ്. ഞാൻ ചോദിക്കട്ടെ, അതൊരു മിനി ടിപ്പർ ലോറി അല്ലേ? അതിലെ മണ്ണ് ഏറെക്കുറെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയും അതിനടിയിൽ കുടുങ്ങാനുള്ള സാഹചര്യമുണ്ടോ ആളുകൾ? അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം മുന്നിൽ കാണുന്നുണ്ടോ? വണ്ടിക്കകത്ത് കൊണ്ടുവന്ന മണ്ണാണോ എന്താണെന്ന് അറിയത്തില്ല. അതും അതിനോടൊപ്പം തന്നെ മതിലിടിഞ്ഞ മണ്ണും എല്ലാം കൂടി ഉണ്ട്. അപ്പൊ വണ്ടി ചരിഞ്ഞതിൽ കിടന്നേ, അത് നോക്കിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുർബലതയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ 3 കുട്ടികളുടെ മരണം അതിനകത്തുണ്ട് എന്നൊരു സ്ഥിരീകരണമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ കുട്ടികൾ 3 പേരുടെ മരണം സംഭവിച്ചു എന്ന് പോലീസ് പറയുന്നുണ്ട്. ആ ഒരു സ്ഥിരീകരണം മെമ്പർക്ക് കിട്ടിയിരുന്നോ? 3 കുട്ടികൾ മരിച്ചു എന്ന് പറഞ്ഞു. ആരാ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ടില്ല. 3 കുട്ടികൾ ഉണ്ടായിരുന്നു, അവർ മരിച്ചു. കൊണ്ടുപോയത് മിക്കതും മരിച്ചു കൊണ്ടുപോയ ബോഡികളാണ്. ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുന്നു. കൊണ്ടുപോയ 5 മരണപ്പെട്ടത് തന്നെയാണ്. സ്പോട്ടിലുണ്ടോ? മെമ്പർ അവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ, ഈ 5 പേരുടെ, അതായത് 3 സ്ഥിരീകരണമുണ്ട് മരണത്തിൽ. വേറെ 5 പേരെ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെയാണ് ആദ്യം വന്നത്. അത് എത്ര പേരെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്ന് അറിയാമോ? ലോറി ഡ്രൈവർ മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെയാണ് ആദ്യം കൊണ്ടുപോയെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ബൈക്കിൽ വന്ന ഒരു പുരുഷൻ, അദ്ദേഹവും മരിച്ചിരുന്നു ഇവിടുന്ന് കൊണ്ടുപോകുമ്പോൾ. പിന്നെ 3 കുട്ടികൾ, അങ്ങനെ 5 മരിച്ചു എന്നുള്ളത് ഇവിടെ പറയുന്നത് അങ്ങനെയാണ്. ഹോസ്പിറ്റലായിട്ട് അറിയാൻ പറ്റും. എത്ര കുട്ടികളുണ്ടായിരുന്നു? വിദ്യാർത്ഥികൾ എത്ര പേരുണ്ടായിരുന്നു അവിടെ അപകടത്തിൽ? 9 പേര് നിൽപ്പുണ്ടായിരുന്നു. 3 പേരാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. അവർക്ക് ഓടി മാറാൻ പറ്റില്ല. ബാക്കി കുട്ടികൾ ഓടി മാറി. 6 കുട്ടികൾ. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ ടിപ്പർ ലോറി ഡ്രൈവറുടെ സാഹചര്യം മോശമായിരുന്നു കൊണ്ടുപോകുമ്പോൾ അല്ലേ? അദ്ദേഹം മരിച്ചു എന്നാണ് ഞാനിവിടെ വന്നപ്പോൾ, ഞാൻ വരുന്നതിന് മുന്നേറ്റ് കൊണ്ടുപോയി. മരിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ബൈക്ക് യാത്രക്കാരൻ നേരത്തെ മരിച്ചാണ് കൊണ്ടുപോകുന്നത്. ഓക്കെ, ഈ ആശുപത്രി വളരെ അടുത്ത് എത്ര ദൂരമുണ്ട്? ഒരുപാട് ദൂരത്തിലാണോ? 3 കിലോമീറ്ററേ ഉള്ളൂ. 3 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അപകടത്തിൽ പെട്ടതായി നമ്മൾ കരുതുന്നത് 5 പേരാണ് അല്ലേ ആകെ? മരിച്ചു എന്ന് പറയുന്നത് 5 പേരാണ്. അല്ല, മരിച്ചു എന്നുള്ളവരല്ല, മറ്റേ പരിക്കേറ്റ ആരെങ്കിലും ഉണ്ടോ? അറിയാൻ കഴിയില്ല, അതിനെപ്പറ്റി അറിയാൻ കഴിയില്ല. എന്തായാലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പോകുന്നത് 8ാമത്തെ ആണെന്നാണ് പറയുന്നത്. ഞാൻ വന്നതിന് ശേഷം തന്നെ 5ാമത്തേക്ക് കൊണ്ടുപോകും. മുന്നേ 3 കൊണ്ടുപോയി എന്ന് പറയുന്നു. ഓക്കെ, വ്യക്തതയുള്ള കാര്യമല്ല. മനസ്സിലായി. ആദ്യ വിവരമാണ്, പ്രാഥമികമായിട്ട് ലഭിക്കുന്ന വിവരമാണെന്നറിയാം. നന്ദി. എന്നാലും ശ്രീ ജലജ മെമ്പറാണ് പ്രതികരിച്ചത്. ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും ശ്രീമതി ജലജ അല്പസമയം കഴിഞ്ഞിട്ട്. അപ്പോഴേക്കും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. എന്താണെങ്കിലും മെമ്പർക്ക് ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അങ്ങേയറ്റം ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. അതായത് 5 പേരെയും ഏറെക്കുറെ ജീവനില്ലാത്ത സാഹചര്യത്തിലാണ് കൊണ്ടുപോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതാ 8 പേരിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നൊക്കെ ആ നാട്ടുകാർ തന്നെ മെമ്പറോട് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ഥിരീകരണമില്ല. പോലീസ് അതിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ മറ്റാരും അതിൽ സ്ഥിരീകരണം നൽകിയിട്ടില്ല. പക്ഷേ നാട്ടുകാരും അപ്പോൾ ആ വാർഡിലെ മെമ്പറായിട്ടുള്ള ശ്രീമതി ജലജയും പറയുന്നത് പ്രകാരം 8 പേർക്കെങ്കിലും അവിടെ അത്തരത്തിലൊരു അത്യാഹിതം സംഭവിച്ചു എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. വിനീഷ് മെമ്പർ നൽകിയ വിവരം അത് ഞെട്ടിക്കുന്നതാണ്, ഭയപ്പെടുത്തുന്നതാണ്.
5 പേരുടെ ആ ടിപ്പർ ലോറി ഡ്രൈവർ ഉൾപ്പെടെ ഏതാണ്ട് 8 പേര് അപകടത്തിൽപ്പെട്ടു എന്നാണല്ലോ മെമ്പർ സൂചിപ്പിക്കുന്നത്. സ്ഥിരീകരണമല്ല എങ്കിൽ പോലും തീർച്ചയായും ഇന്ന് പുലർച്ചെ ഒരു 7 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായത്. ബസ് കാത്തു നിന്ന അവരുടെ ഇടയിലേക്ക് ടിപ്പർ ലോറി, അതായത് നിറയെ മണ്ണുമായി വന്ന ടിപ്പർ ലോറിയാണ്, ലോഡുമായി വന്ന ടിപ്പർ ലോറിയാണ് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിച്ചു കയറിയത്. ഇതില് മെമ്പർ സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി വിദ്യാർത്ഥികളടക്കം ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പോലീസ്. അത് വിദ്യാർത്ഥികളാണോ എന്നുള്ളത് വ്യക്തതയില്ല. 2 പേർ മരിച്ചതായിട്ടുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ലോറി ഡ്രൈവറായ നിസാമിനും ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. 40 വയസ്സാണ് നിസാമിന് പ്രായം. നിസാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നവനീത്, റിഷാഫ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ഹരിലാൽ, വിശ്വംഭരൻ മകൻ ലക്ഷ്മി കോട്ടേജ് കുടവട്ടൂർ സ്വദേശിയായ ഹരിലാൽ, 54 ഹരിലാലിനും പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇവരുടെ എല്ലാം തന്നെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. 2 പേരുടെ മൃതശരീരമാണ് മണ്ണിനടിയിൽ നിന്നും ലഭിച്ചത്. എന്തായാലും ഇത് വലിയൊരു ദുരന്തമായി തന്നെ മാറി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ബസ് കാത്തു നിന്ന വിദ്യാർത്ഥികളാണ്, ട്യൂഷനൊക്കെ പോകാനായിട്ട് നിന്ന വിദ്യാർത്ഥികളാണ്. ഇവരുടെ ഇടയിലേക്കാണ് വാഹനം ഇടിച്ചു കയറിയിരിക്കുന്നത്. 7ലധികം ആൾക്കാർ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളടക്കം അതുപോലെ തന്നെ ഒരു ബൈക്കിൽ സമീപത്തായിട്ട് ഉണ്ടായിരുന്നു. ബൈക്കിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റൊരാളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്ന ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റുണ്ട്. ഈ അപകട സമയത്ത് ഇതെല്ലാം തൊട്ടടുത്ത് തന്നെ നടന്ന സംഭവമാണ്. ഒരു മതിൽ അടക്കം ഇടിഞ്ഞ് ഇവരുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു. അപ്പോൾ ഈ മണ്ണും കട്ടയും കല്ലും അടക്കമാണ് ഇവരുടെ ശരീരത്തേക്ക് വീണത്. അങ്ങനെ നിരവധി പേർ മണ്ണിനടിയിൽ പെടുകയും ചെയ്തു. ഉടൻ തന്നെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി എന്നുള്ളത് വലിയ ആശ്വാസകരമാണെങ്കിലും 2 പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു വാർത്ത ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട്. അതിൽ കൂടുതൽ വ്യക്തതകൾ വരാനുണ്ട്. അതുപോലെ തന്നെ സ്വകാര്യ ആശുപത്രിയിലും പെട്ടെന്ന് തന്നെ പ്രവേശിച്ചതായിട്ടാണ് അറിയുന്നത്. വിദ്യാർത്ഥികളെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രി, കൊട്ടാരക്കരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ജീവൻ രക്ഷപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ എത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. JCB ഉപയോഗിച്ച് മണ്ണും കല്ലും കട്ടയെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. മൃതശരീരം മണ്ണിനടിയിൽ നിന്നും ലഭിച്ചിരുന്നു. അപ്പോൾ ഇനി ആരെങ്കിലും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയാണ് ഈ തെരച്ചിലുകൾ നടത്തുന്നത്. ഏറെ നേരം തുടങ്ങിയ തെരച്ചിലാണ്. 7 മണിക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. പ്രാഥമികം എന്നോണം 2 പേരുടെ മരണം സ്ഥിരീകരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. എന്തോ റൈറ്റ്. മുൻ MLA ആയിഷ പോറ്റി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി ആയിഷ പോറ്റി, എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതിൽ ഒരു വ്യക്തത ഉണ്ടായിട്ടുണ്ടോ? വ്യക്തത വന്നിട്ടില്ല. ഞാൻ അങ്ങോട്ട് എളുപ്പം പോകും. ഞാനിപ്പോ ആൾക്കാർ വിളിച്ചു പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.